കേന്ദ്രം കൂടി സഹായിച്ചുകൊണ്ട് നടപ്പാക്കേണ്ട ഒരു പ്രവൃത്തിയാണ് പിന്നെ ഈ പറയുന്ന പുനരധിവാസം എന്ന് പറയുന്നത്. അക്കാര്യത്തിൽ പ്രധാനമന്ത്രി തന്നെ സ്ഥലം സന്ദർശിച്ച് വലിയ ഉറപ്പുകളും പ്രഖ്യാപിച്ചതാണ്. അപ്പം മ്യൂച്വലായ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഈ മനുഷ്യരെന്ന് പറയുന്നത് കേരളീയരായിരിക്കുമ്പോഴും ഇവരൊക്കെ ഇന്ത്യൻ പൗരന്മാരാണല്ലോ, അവരോട് കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്വവും ഉണ്ടല്ലോ. ആ ഉത്തരവാദിത്വം അവർ നിർവഹിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കുറച്ചു കാലം സംസ്ഥാന സർക്കാർ കാത്തിരിക്കുന്നു. ഇപ്പോൾ അവസാനം മുഖ്യമന്ത്രി തന്നെ പറയുന്നു, ഇതാ നമ്മൾ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ശരിയാണ്, ഈ കാര്യത്തിൽ കേരളം ഒറ്റയ്ക്കാണ്. കാരണം നമ്മളുടെ അറിവിൽ തന്നെ 3 നിവേദനങ്ങൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്, 3 ഘട്ടങ്ങളിലായിട്ട്. ഈ ദുരന്തമുണ്ടായ ഉടനെ തന്നെ ഏതാണ്ട് 250 കോടിയോളം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നെ മെമ്മോറാണ്ടം നൽകി. അത് കഴിഞ്ഞ് പിന്നെ ഇവർ ഈ പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും ഫുൾഫിൽ ചെയ്തുകൊണ്ട് 2220 കോടിയുടെ ഒരു പിന്നെ ആപ്ലിക്കേഷൻ നൽകി. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിന്നെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് 2200 കോടിയിലേറെ രൂപ വേണ്ട ഒരു പുനരധിവാസ പ്രവർത്തനമാണിത്, അതിനാണ് നമ്മൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചത്, ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല എന്ന്. ഇതിനിടയ്ക്ക് കേന്ദ്ര സർക്കാർ പറയുന്നൊരു കാര്യം, 50 വർഷത്തെ കാലയളവ് വിട്ടുകൊണ്ട് 550 കോടി 530 കോടി രൂപയോ 550 കോടി രൂപയോ നമുക്ക് വായ്പ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വിവിധ പദ്ധതികൾക്കായി ഉപയോഗിക്കുവാൻ വേണ്ടി നിജപ്പെടുത്തിയിട്ടുമുണ്ട്. അതിൻ്റെ കാലാവധി ഡിസംബർ വരെ നീട്ടി തന്നിട്ടുമുണ്ട്, അത് ചെലവാക്കുന്നതിനായിട്ടും. അപ്പോൾ ആ പൈസ കൊണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കും. ഞാൻ പറയുന്നത് കേന്ദ്രവും കേരളവും തമ്മിലുള്ള തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ 8 മാസം ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ മുടങ്ങി എന്നുള്ളതാണ്.